വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം തന്നെയാണ് ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. നാട്ടുകാർക്കാർക്കും തൊട്ടടുത്ത് അയൽവക്കത്തിലുള്ളവരോടും ഞങ്ങൾ ചോദിച്ചു, അവർക്ക് എന്താണ് ഇവിടെ ഉള്ളതെന്നോ ആരാണെന്നോ ഒന്നും അവർക്ക് ഒരു ധാരണയില്ല. ഇവരെപ്പോഴെങ്കിലും രാത്രി വരിക പോവുക എന്നതിൻ്റെ അപ്പുറത്ത് അവിടെ എന്താണുള്ളതെന്നോ എന്താണ് നടക്കുന്നതെന്നൊന്നും നാട്ടുകാർക്കും അയൽവാസികൾക്കും അറിയുന്നില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ വലിയ രീതിയിലുള്ള സ്ഫോടനമാണ് നടന്നത്. വളരെ പ്രഹരശേഷിയുള്ള പടക്കമാണ് അല്ലെങ്കിൽ വെടിമരുന്നാണ് അവരുണ്ടാക്കുന്നത്. അതുണ്ടാക്കുമ്പോൾ എന്തിനൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. ഇതിനു മുമ്പും ഇദ്ദേഹം 2016 പൊടിക്കുണ്ടിൽ ഇതേപോലെ തന്നെ വാടകയ്ക്കെടുത്ത ഒരു കെട്ടിടത്തിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഘട്ടത്തിൽ പറ്റിയ അപകടം നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ഇപ്പോൾ 2016 കഴിഞ്ഞ് ഇപ്പോഴോ 2025 ആകുമ്പോൾ ആരും ശ്രദ്ധിക്കാതെ ഒരു കേന്ദ്രത്തിൽ ഇതുപോലെയുള്ള ഒരു സ്ഫോടനം ഇടയാക്കുന്ന സാഹചര്യം ഉണ്ടായത് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം ഫലപ്രദമായിട്ട് പോലീസ് നടത്തേണ്ടതുണ്ട് എല്ലാ അർത്ഥത്തിലും. ചുറ്റുവട്ടമുള്ള വീട് എന്ന് പറയുന്നത് ഇത് ഉയർന്ന സ്ഥലമാണ്. ഈ സ്ഫോടനം നടന്ന വീട് അതിൻ്റെ താഴത്ത് റോഡിൻ്റെയും താഴെ അവിടെയുള്ള വീട്, അതിൻ്റെ ഡോറ് അതുപോലെ തന്നെ ജനൽ ഒക്കെ സ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ട് പൊളിയുന്ന നിലയാണ് ഉണ്ടായത്. അപ്പോൾ അത്രത്തോളം ആഘാതമുണ്ടാക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ആ വീടിൻ്റെ സ്ഫോടനം നടന്നപ്പോഴുള്ള കല്ല് നമ്മളിപ്പോഴും ഇവിടെ നിൽക്കുന്ന ഈ റോഡിൻ്റെ മേലെയാണ് വന്ന് വീണിട്ടുള്ളത്. അപ്പോൾ വളരെ പ്രഹരശേഷിയുള്ള സ്ഫോടന സംവിധാനമാണ് അവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. അത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. 2 വീടുകൾ ഞങ്ങളിപ്പോൾ പോയി സന്ദർശിച്ചു. 2 വീട്ടിലും വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പരിഹരിക്കാൻ ആവശ്യമായ നിലപാടും സ്വീകരിക്കണം. പക്ഷേ ഈ പൊടിക്കുണ്ട് സംഭവം മാത്രമല്ല, ഇയാൾക്കെതിരെ 6 കേസുകൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. എങ്ങനെയാണ് അപ്പോൾ ഇത്രയും കാലമായിട്ട് ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പെട്ട ഒരാൾ വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്? അപ്പോൾ ഏതോ ഒരു തലത്തിലുള്ളൊരു വീഴ്ച അതിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലേ അത്? അല്ല, വീഴ്ചയല്ല, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ആരും ശ്രദ്ധിക്കപ്പെടുന്നൊരു സ്ഥലമല്ലല്ലോ. പിന്നെ നാട്ടുകാർക്ക് തന്നെ, സ്വന്തം അയൽവാസികൾക്ക് തന്നെ അറിയുന്നില്ല ഇവരിവിടെ എന്താ ചെയ്യുന്നതെന്നോ ഇവരെന്താണ് ആരൊക്കെയാണെന്നുള്ളതിനെപ്പറ്റി അവർക്ക് അറിയില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കാർക്കും പറയാൻ സാധിക്കില്ല. ഇങ്ങനെ ഇതെല്ലാം ഗൂഢമായ ഒരു പ്രവർത്തനമുണ്ട് ഇതിന് പിന്നിൽ. അതാ ഞാൻ പറഞ്ഞത്, സമഗ്രമായ ഒരു അന്വേഷണം വേണം. എത്ര കേസുണ്ടോ ആ കേസ് മാത്രമല്ല, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം വെച്ചുകൊണ്ട് ഫലപ്രദമായൊരു അന്വേഷണവും അതിനാവശ്യമായ നിലപാടും നടപടികളും സ്വീകരിക്കണം എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ വ്യക്തിക്ക് എന്തെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലമുള്ളതായിട്ടാണ് CPM കരുതുന്നത്? നമ്മളങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്നൊന്നും നമ്മളിപ്പം പറഞ്ഞിട്ടില്ല. അത് അന്വേഷണത്തിൽ മനസ്സിലാൻ വേണ്ടിയാണ്. പഴയ കാലത്ത് അദ്ദേഹം കോൺഗ്രസിൻ്റെയും സുധാകരൻ്റെയും ഒക്കെ ബാച്ചിൽപ്പെട്ട ഒരാളായിരുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അത് ഇപ്പോഴും ആ ബന്ധമുണ്ടോ തുടരുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഒരു രാഷ്ട്രീയമായ ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള കാര്യമാണെന്ന ഫോക്കസിലേക്ക് പോകാതെ അന്വേഷിച്ച് വരുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും. പക്ഷെ എന്താവശ്യത്തിനാണ് ഇത്രയും ഉഗ്രശേഷിയുള്ള വസ്തുക്കൾ നിർമ്മിക്കുന്നതെന്നൊരു ചോദ്യം. അതുകൊണ്ട് അതിലൊരു കാര്യകാരണ നിയമം വേണം. അത് അന്വേഷിച്ചാലേ മനസ്സിലാവുള്ളൂ. അതായത് ഉത്സവകാലമൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ചേർത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല. ഒരു സംഘർഷാത്മകമായ സാഹചര്യം ഉണ്ടാവാതിരിക്കുക, അതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കുന്നതല്ലാണ്. മനസ്സിലാക്കാൻ പോലീസാണ് ഫലപ്രദമായ ഒരു അന്വേഷണം നടത്തി കണ്ടെത്തേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ആസൂത്രണം നടത്തുന്നതായിട്ടൊരു സംശയം ഉണ്ടോ പാർട്ടിക്ക്? അതൊന്നും പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ആസൂത്രണത്തിൻ്റെ പശ്ചാത്തലമൊന്നും കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴില്ല. കേരളം ഞെട്ടുന്ന വാർത്ത ഇനിയും വരാൻ പോകുന്ന VD സതീശൻ ഗൾഫിൽ പ്രതികരിച്ചതാണ്. അത് ഞാൻ അന്നേ പറഞ്ഞല്ലോ, പൊട്ടുന്നത് മുഴുവൻ UDF-ലും കോൺഗ്രസിലുമാണ്. അതിനിയും പൊട്ടിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ഒരു കരുതിയിരിക്കേണ്ടിയും പ്രശ്നമില്ല.
ഞങ്ങൾ സുതാര്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടിയാണ്. ഞങ്ങൾക്കൊരു ബോംബ് വന്ന് വീഴേണ്ട ഒരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിലില്ല. തെറ്റായ ഒരു നിലപാടിന് ഞങ്ങൾ കൂട്ടു നിൽക്കുന്നതല്ല. നിങ്ങൾ അത് കോൺഗ്രസ്സുകാർ ചെയ്യുന്ന പോലെ. ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനാണല്ലോ അവർ സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ സമീപനങ്ങളാണല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. തെറ്റായ ഒന്നിനും ഞങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടാവില്ല. പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്ന രീതിയിലാണ് കോൺഗ്രസിന്റെ ഒരു പ്രതികരണം വരുന്നത്. അല്ല, കോൺഗ്രസ്സുകാരുടെ ഒരു പൊതു സ്വഭാവം അങ്ങനെയുള്ളവർ അവിടെ ഇരിക്കണ്ടല്ലോ. പക്ഷേ എല്ലാത്തിനും വിരോധിക്കുന്നത് മുകേഷ് MLA-യുടെ കാര്യം പറഞ്ഞിട്ടാണ്. അല്ല, മുകേഷ് MLA-യുടെ ഇതും തമ്മിൽ യാതൊരു താരതമ്യമില്ല. അത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവം സംബന്ധിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വെളിപ്പെടുത്തിയ ഒരു കാര്യം സംബന്ധിച്ചുള്ള കേസാണ്. ആ കേസിൻ്റെ ഭാഗമായിട്ടുള്ള വിചാരണയും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റവാളിയാണ് എന്ന് കോടതി പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യാമെന്ന് അന്നേ പറഞ്ഞത്. ഇതങ്ങനെയല്ല. നിങ്ങളുടെ എല്ലാം മുമ്പിൽ ലോകത്തിലെ മുഴുവൻ മലയാളിയും പ്രത്യേകിച്ച് മലയാളിയുടെ മുമ്പിൽ കൃത്യമായിട്ട് തെളിവാണ് അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ തന്നെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതും ഇതും താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഇത് പൂർണ്ണമല്ല. മഞ്ഞുമലയുടെ ഒരു മേലെ ഒരു ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ നിരവധി എണ്ണം ഇനിയും വരാൻ പോവാണ്. അതാണ് പൊട്ടാൻ പോകുന്നത്.